ഹലോ, തുടുക്കി ഗാലക്സി കാണാന്നും പറഞ്ഞു പോയി വന്ന ആള് അറിഞ്ഞിട്ട് വരുമൊന്നും അല്ലല്ലോ, അങ്ങനെ അങ്ങ് പോവല്ലേ. അപ്പൊ അങ്ങനെ അതും പറഞ്ഞു വന്ന ആളിപ്പോ എത്തിയിരിക്കുന്നത് മേലെ ബുധയാർന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. വന്ന വഴിയോന്ന് ചോദിക്കുക, അയ്യോ പേടിച്ചാണ് വന്നത്. ആന ഉണ്ടാവോ പുലി ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാട്ടുകൂടിയാണ് കയറി വന്നത്. റോഡും മര്യാദക്കില്ല. അപ്പൊ ഇവിടെ മലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ ഒരു കാഴ്ച. ഞാൻ എന്തായാലും എന്നെ മാത്രം ഇങ്ങനെ കാണിക്കില്ല, ക്യാമറ തിരിച്ചു പിടിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ദൂരെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട്. അത് ഇവിടുന്ന് നോക്കിയാൽ കാണൂല. അതാ ഒരു നീല കളർ കണ്ടല്ലോ അവിടെ. അപ്പം അത് ഞാൻ തിരിച്ചു പിടിച്ചൊന്ന് കാണിച്ചു തരാം. ഏതോ ഒരു മായാലോകത്തെത്തിയ പോലെയാണ്. വന്ന വഴികളും ഇനി വലിയ വീഡിയോ ആയിട്ട് ഇടാം, എങ്കിലും ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. റോഡൊന്നും ഇല്ലാത്ത കിലോമീറ്ററുകളോളം ഈ വഴി കൂടി താണ്ടിയാണ് നമ്മൾ വന്നത്. കാടോം ചോയ്ക്ക് കിളികളുടെ സൗണ്ട് മാത്രമേ ഇവിടെ കേട്ടിരുന്നുള്ളൂ. അല്ലറ ചില്ലറ വെള്ളം വരുന്ന കുറച്ച് സ്ഥലങ്ങളും. പിന്നെ കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ ദേ ഒരു റോഡ് കണ്ടു. അപ്പോൾ അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കണേ. ഞാൻ നിൽക്കണോടത്ത് ചെറിയൊരു നടവഴിയൊക്കെ കാണുന്നുണ്ട്. ഇത് എവിടേക്കാ എന്താ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതേ വലിയൊരു മല അവിടെ നിൽക്കുന്നുണ്ട്. ആ മലയാണെങ്കിൽ ഇങ്ങനെ മഞ്ഞ് മൂടി പോച്ച പോലെയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ച. വെയിലുണ്ടെങ്കിലും വെയിലിന് അങ്ങനെ ചൂടൊന്നുമില്ല. ഇവിടുന്ന് നല്ല ആഴമുണ്ട് അങ്ങോട്ട്. നമ്മൾ വേറെ മറ്റൊരു വലിയ മലയുടെ മുകളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതാ കാണുന്നു ഞാൻ പറഞ്ഞ വീടുകളുണ്ടെന്ന് പറഞ്ഞില്ലേ. അതേ വീടുകൾ അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതായിരിക്കും മേലെ ബുധയാർ എന്ന് നമ്മൾ പ്രതീക്ഷിക്കണോ അതാണോ എന്നറിയില്ല. അപ്പം നമുക്ക് ഈ റോഡിൽ കൂടി മുന്നിൽ കൂടി ഇങ്ങനെ പോയി നോക്കാനുണ്ട്. കുറേ ദൂരം പോയി നോക്കാം. അധിക നേരം ഇവിടെ നിൽക്കാൻ ധൈര്യമില്ല, കാരണം ഇവിടെ ആരുമില്ല. ഞാൻ കാണിച്ച വീട് ഒരുപാട് ദൂരം അപ്പുറമാണ് വീടുകൾ. അപ്പം എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാമല്ലേ. പോണ വഴിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി കാണിക്കാം കേട്ടോ.